നമസ്കാരം. ജീവിതത്തിന്റെ പടവുകൾ ഓരോന്നായി കയറാൻ കുതിച്ച 19കാരി ജസ്ലിയ ജോൺസൺ ഇനി ഓർമ്മ. എന്നാൽ ഓർമ്മകൾക്ക് മരണമില്ല. കാരണം അവൾ ഇന്ന് 4 പേരിലൂടെ ലോകത്ത് ശ്വസിക്കുന്നു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ലിയയുടെ അപ്രതീക്ഷിത വിയോഗം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുമ്പോഴും അവളുടെ കുടുംബം എടുത്ത മാതൃകാപരമായ തീരുമാനം 4 കുടുംബങ്ങൾക്കാണ് വെളിച്ചമായത്. ഇന്ന് രാവിലെ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ ജസ്ലിയയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാലയത്തിൽ കണ്ണീർ പൊഴിക്കാത്തവരില്ല. അന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ ജോലി പോകുമോ എന്ന ഭയമായിരുന്നു അവൾക്കെന്ന് സഹപാഠികൾ ഓർത്തെടുക്കുമ്പോൾ കണ്ടുനിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രിയപ്പെട്ടവൾക്ക് അന്ത്യോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജസ്ലിയയുടെ ജന്മനാടായ എടവനക്കാട്ടേക്കും കൊണ്ടുപോയി. അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ മാസം 28-നായിരുന്നു ജസ്ലിയയുടെ ജീവിതം മാറ്റിമറിച്ച അപകടം. പഠനത്തോടൊപ്പം കുടുംബത്തെ സഹായിക്കാൻ ഡൊമിനോസിൽ പാർട്ട് ടൈം ജോലിക്ക് ജസ്ലിയ പോയിരുന്നു. അന്ന് ജോലി കഴിഞ്ഞ് മടങ്ങവേ റോഡിലൂടെ കടന്നു പോവുകയായിരുന്ന ജസ്ലിയെ അതിവേഗതയിൽ വന്നൊരു കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയെ ആദ്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മകളുടെ മരണം ഏൽപ്പിച്ച ആഘാതത്തിനിടയിലും ജസ്ലിയുടെ പിതാവ് ജോൺസൺ എടുത്ത തീരുമാനം ഏറെ ധീരമായിരുന്നു. തന്റെ മകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹം അവയവദാനത്തിന് സമ്മതം മൂളി. ജസ്ലിയുടെ അവയവങ്ങൾ 4 പേർക്കാണ് പുതുജീവൻ പകർന്നത്. ജസ്ലിയുടെ കരൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് നൽകിയത്. ഒരു വൃക്ക കൊച്ചി അമൃത ആശുപത്രിയിലെ രോഗിക്കും രണ്ടാമത്തെ വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗിക്കുമാണ് കൈമാറിയത്. കൂടാതെ ജസ്ലിയുടെ നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്കും നൽകി. ഇത്തരത്തിൽ 4 വ്യക്തികൾക്ക് ജസ്ലിയയിലൂടെ അവയവദാനത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇനി ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ജസ്ലിയയുടെ സുഹൃത്തുക്കളുടെ ചോദ്യം അധികൃതർക്കും പൊതുസമൂഹത്തിനും നേരെയുള്ളതാണ്. റോഡുകളിലെ അമിത വേഗതയും അശ്രദ്ധയും ഇനിയൊരു ജസ്ലിയയുടെ കൂടി ജീവൻ കവരാതിരിക്കാൻ കർശനമായ ട്രാഫിക് നിയമങ്ങളും ബോധവൽക്കരണങ്ങളും അനിവാര്യമാണ്. അങ്കമാലിയിൽ ജസ്ലിയ ജോൺസൺ എന്ന പെൺകുട്ടി ഇടിച്ച് കടന്നു കളഞ്ഞ സംഭവത്തിൽ വാഹനം കണ്ടെത്തിയെങ്കിലും അപകടമുണ്ടാക്കിയ ഡ്രൈവർ ഡോക്ടർ സിറിയക്കിന് ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഫെബ്രുവരി 28-നാണ് വൈകിട്ട് 7:30-യോടെ അങ്കമാലി ഹോം സയൻസ് കോളേജിന് സമീപത്ത് വെച്ചാണ് ദാരുണമായ അപകടം അരങ്ങേറിയത്. കാറിടിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ ഉടമസ്ഥതയിലുള്ള മഹീന്ദ്ര SUV 700 വാഹനമാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്നത് ജോർജ് തോമസിന്റെ മകനായ ഡോക്ടർ സിറിയക്കായിരുന്നു. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ ഡോക്ടർ സിറിയെ കടന്നു കളയുകയായിരുന്നു. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ആലപ്പുഴയിലെ തുറവൂരിൽ നിന്നാണ് ഈ കാർ കണ്ടെത്താൻ സാധിച്ചത്. വാഹനം നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും ജസ്ലിയയുടെ മസ്തിഷ്ക മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. ശേഷം പിതാവ് ജോർജാണ് ജസ്ലിയയുടെ അവയവദാനത്തിന് സമ്മതം മൂളിയത്. ജസ്ലിയയിലൂടെ ഇനി 4 പേർ ജീവിതത്തിലേക്ക് തിരികെ എത്തും.